Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.6 ലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ 7.6 എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ട ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നായിരിക്കും കൂടുതൽ കുട്ടികളുടെയും ഡൗട്ട് അല്ലെ. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണ്. എക്സ് സൈൻ എക്സ്, എക്സ് സൈൻ എക്സ്. ഇതിനകത്ത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എക്സും ഉണ്ട് സൈൻ എക്സും ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. സോ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇനി എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? അതായത് രണ്ട് ഫംഗ്ഷൻ യുവും വിയും എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡി എക്സ് കൂടെ കാണുമല്ലോ. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് derivative of first u ആണ്, so u dash. Okay, integral of derivative first into integral of second dx. മനസ്സിലായല്ലോ? ഈ ഇന്റഗ്രേഷന്റെ ഉള്ളിലാണ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, സെക്കൻഡിന്റെ ഇന്റഗ്രേഷനും എടുക്കേണ്ടത്. എന്നിട്ട് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. സോ ഇതാണ് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. എളുപ്പമാണ്. ഓക്കെ, ടഫ് ഒന്നും അല്ല. അതാണ് നമ്മുടെ ഫോർമുല. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. സോ എക്സും ഉണ്ട് സൈൻ എക്സും ഉണ്ട്. ഓക്കെ, സോ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഐ ലേറ്റ്, ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് വേർഡ് അല്ലെ, ഐ ലേറ്റ്. ഓക്കെ, ഞാൻ ലേറ്റ് ആയിട്ട് വന്നു. ഓക്കെ, സോ ഐ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഐ എന്താണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ ഓർഡർ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് വന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഫസ്റ്റ് അതിന് വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ അതെടുത്ത് അറേഞ്ച് ചെയ്തെടുക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നെക്സ്റ്റ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോഗരിഥമിക് ഫംഗ്ഷൻ. നമ്മുടെ ബോഡ് മാസ് ഇല്ലേ, അതുപോലെ തന്നെ ഉള്ളൂ. ഓക്കെ, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൾജിബ്രൈക് ഫംഗ്ഷൻ. ഓക്കെ, ടി എന്താണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, ഇ എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഐ ലേറ്റ്. ഇത് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ്? സൈൻ എക്സ്, അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, സോ അത് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്. ഇത് ആൾജിബ്രൈക് ഫംഗ്ഷൻ അല്ല. ആൾജിബ്രൈക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നത് അല്ലെ. സോ എക്സ് ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ അത് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് So integral of x
sin x dx ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് എന്താണ് എക്സ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ് sin x dx മൈനസ്, ഓക്കെ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ്, അതൊരു വലിയ ഇന്റഗ്രൽ അങ്ങ് ഇടുക. ഓക്കെ, വലിയൊരു ഇന്റഗ്രൽ അങ്ങ് ഇടുക. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. ഓക്കെ, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഈ ഇന്റഗ്രൽ ചെറുതാണ്, ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ sin x ന്റെ അല്ലേ. ഓക്കെ, അതായത് ഈ sin x ന്റെ ആണ് ഈ dx. ഇനി ഒരു dx കൂടെ വരത്തില്ല, കാരണം ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, അതിനൊരു dx കൂടെ നമുക്ക് വരത്തില്ലേ. ഓക്കെ, സോ ആ dx കൂടെ നമ്മൾ എഴുതുക. ഓക്കെ അല്ലേ. അപ്പം ഇനി നമ്മൾ എന്താണ്, നമുക്ക് എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു sin x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മൈനസ് കോസ് എക്സ് കിട്ടും. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് മൈനസ് ബ്രാക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെ എടുക്കട്ടെ, വലിയ ഇന്റഗ്രൽ 1. ഓക്കെ, 1 നമുക്ക് 1 ഇൻറ്റു, അത് വേണമെങ്കിൽ എഴുതിയേക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഇന്റഗ്രൽ ഓഫ് sin x എന്താണ് മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇനി എന്താണ് ഒരു dx കൂടെ കിടപ്പുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ dx ഉള്ളിൽ തന്നെ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ. സോ ഇനി എന്താണ് മൈനസ് എക്സ് കോസ് എക്സ് മൈനസ്, അതുപോലെ ഇട്ടു ബ്രാക്കറ്റ് 1 ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് കോസ് എക്സ്, മൈനസ് ഞാൻ അങ്ങ് പുറത്തെടുത്തു. സോ ഇത് പ്ലസ് ആയി. കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇടുന്നത് sin x ആണ് ഇടുന്നത്, പ്ലസ് sin x. സോ sin x. ഓക്കെ, കഴിഞ്ഞില്ലേ. എല്ലാത്തിനും കൂടെ ഒരു പ്ലസ് ഇ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് sin x പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് sin x പ്ലസ് സി. മനസ്സിലായില്ലേ. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒന്നാമത്തത് എടുത്ത് എഴുതുക. ഒന്നാമത്തെ ഫംഗ്ഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യാൻ മറക്കരുത്. സോ ഫസ്റ്റ് അറേഞ്ച് ചെയ്യുക. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഒന്നാമത്തെ എഴുതുക, ഒന്നാമത്തത് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇടുക. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് വലിയ ഇന്റഗ്രൽ ആണ്, ഈ ഇന്റഗ്രേഷന്റെ ഉള്ളിലാണ് ഒരു ഡിഫറൻസിയേഷനും ഒരു ഇന്റഗ്രേഷനും നടക്കുന്നത്. ഓക്കെ, ഇവനൊരു വലിയ ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി ഈ ഇന്റഗ്രേഷനും ഒരു dx കൂടെ ഉണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ പതുക്കെ ഉള്ളിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ 3x അല്ലെ, രണ്ട് ഫംഗ്ഷൻ ഇല്ലേ, എക്സും ഉണ്ട് ഇൻറ്റു സൈൻ 3x ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഐലേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ്, ഐലേറ്റ് വെച്ച് നോക്കുമ്പോൾ ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രി വരുന്നത്. സോ നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാമല്ലോ. ഇപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇന്റഗ്രേഷൻ വന്നാൽ അപ്പൊ dx ഇട്ടോണം. ഓക്കെ, ഇന്റഗ്രേഷൻ സൈൻ വന്നാൽ അപ്പൊ dx ഇട്ടോണം. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് വലിയ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, സോ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത് കൊച്ചു ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ 3x ആണ്. dx അപ്പൊ തന്നെ ഇട്ടോണം.
ഇതിന് ഈ വലിയ ഇന്റഗ്രേഷന്റെ ഒരു dxഉം കൂടെ ഉണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 3x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് കോസ് 3x കിട്ടും. എക്സ് ഒറ്റയ്ക്കല്ല, കൂടെ 3 ഉണ്ട്. സോ അതിന് നമ്മൾ എന്താണ്, അതായത് 3x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ നമ്മൾ എവിടെ എഴുതും? താഴെ എഴുതും, 3. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഇനി മൈനസ് ബ്രാക്കറ്റ് അതുപോലെ ഇട്ടു. ഇന്റഗ്രൽ ഓഫ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് വീണ്ടും മൈനസ് കോസ് 3x ബൈ 3. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ dx ഉം പോയി, ഇന്റഗ്രൽ സൈനും പോയി, ബാക്കി ഒറ്റ dx അല്ലേ കിടപ്പുള്ളൂ. ആ dx നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് മൈനസ് എക്സ് കോസ് 3x ബൈ 3 എന്ന് എഴുതാം. മൈനസ് ഉണ്ട്, സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഞാൻ അതിനെ അങ്ങ് പുറത്തെടുത്തു. സോ ഇത് പ്ലസ് ആയി. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഓക്കെ, അതുപോലെ നമ്മുടെ 1/3നെ, അതായത് 3 ഉണ്ടല്ലോ, 1/3നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ പുറത്ത് ഇടുന്നുണ്ടത്. അപ്പൊ നമുക്ക് അതിനെ സ്വതന്ത്രമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. പ്ലസ് 1/3, അതായത് ഈ മൈനസിനെ എടുത്തു, 3നെ എടുത്തു. ഓക്കെ, ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് കോസ് 3x dx. So that is minus x cos 3x by 3 plus 1/3 into cos 3x. cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin x കിട്ടും. സോ ഇവിടെ നമുക്ക് sin 3x, താഴെ ഒരു 3യും കൂടെ വരും, എല്ലാത്തിനും കൂടെ ഒരു പ്ലസ്. ഓക്കെ, സോ ഈ 3യും 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? സോ നമ്മുടെ ഐലേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അങ്ങ് ലാസ്റ്റ് ആണ് കിടക്കുന്നത് അല്ലെ? സോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അല്ല, ഫസ്റ്റ് നമ്മുടെ ഓൾജിബ്ര തന്നെയാണ് വരുന്നത്. സോ നമ്മുടെ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് തന്നെയാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇത് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇസ് എക്സ് സ്ക്വയർ, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇ റേസ് ടു എക്സ്, പിന്നെ ഒരു dx കൂടെ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് തന്നെയാണ് കിട്ടുക അല്ലെ? സോ മൈനസ് ഇന്റഗ്രൽ ഓഫ് 2x ഇൻറ്റു, അത് ഈ കൊച്ചിനല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വലിയ ഇന്റഗ്രേഷൻ ആണ്. സോ 2x ഇൻറ്റു കുഞ്ഞിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് നമുക്ക് ഇ റേസ് ടു എക്സ് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് മൈനസ് 2 ഉണ്ട്, അതിനെ ഞാൻ അങ്ങ് പുറത്തെടുക്കുകയാണ്. ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് dx. ഇവിടെ നമുക്ക് വീണ്ടും എന്താണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. സോ ഇതിനെ നമ്മൾ i എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ i1 ആണ്. i1 നമുക്ക് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. സോ നമുക്ക് വേണമെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇതിനെ i1 എന്ന് തന്നെ നമുക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിനെ i2 എന്നിട്ടിട്ട് ഇതിനെ നമുക്ക് മാറ്റി വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. കാരണം ഇത് രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇ റേസ് ടു എക്സും പിന്നെ എക്സും. അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. സോ നമ്മുടെ എന്താണ്? i2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് dx. ഓക്കെ, സോ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കി തന്നെ എഴുതാമല്ലോ. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എടുത്ത് ഇ റേസ് ടു എക്സ് അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? 1. ബ്രാക്കറ്റ് ഇട്ടില്ലല്ലോ. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇ റേസ് ടു എക്സ് dx, പിന്നെ ഒരു dx കൂടെ ഉണ്ട്. സോ ദാറ്റ് ഈസ്
x into e raised to x minus integral of e raised to x നെ നമ്മൾ ചെയ്യുമ്പോൾ e raised to x തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു dx കൂടെ ഉണ്ട്. So that is x e raised to x minus integral of e raised to x is e raised to x. Okay. So e raised to x plus c1 എന്നോ അങ്ങനെ വല്ലതും നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ i2 അല്ലേ? സോ നമുക്ക് എന്താണ് i is equal to i1 plus i2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഐക്ക് വരെ നമ്മൾ i1 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം x സ്ക്വയർ e raised to x ആണ് മൈനസ് 2 into 2 ഉണ്ട് ഇവിടെ മറക്കരുത്. ഓക്കെ, ഇത് x e raised to x മൈനസ് e raised to x എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ c കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഈ മൈനസ് 2 എന്താണ് ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ i is equal to x square e raised to x minus 2 into ഇത് minus 2x e raised to x plus 2 e raised to x plus c. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇത് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ e raised to x കോമൺ എടുക്കാം അല്ലെ? ബാക്കിൽ എന്താണ് e raised to x കോമൺ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് e raised to x ചിലപ്പോൾ ഇതിനുള്ളിൽ നിന്ന് 3 നിന്നും കോമൺ എടുത്തിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്റഗ്രൽ ഓഫ് x log x dx. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഐലേറ്റ് നോക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്, എന്നിട്ടാണ് എന്താണ് ഓൾജിബ്ര വരിക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. സോ ഇന്റഗ്രൽ ഓഫ് ലോഗിനാണ് നമുക്ക് എന്താ പ്രയോറിറ്റി. സോ log x into x dx ഇങ്ങനെ നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു log x into ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. സെക്കൻഡിന്റെ ഇന്റഗ്രൽ എന്ന എക്സിന്റെ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, x സ്ക്വയർ ബൈ 2. നമുക്ക് ഡയറക്റ്റ് എഴുതാമല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 by x ആണ് കിട്ടുക. ഓക്കെ, സോ 1 by x into integral of second, that is x square by 2 അല്ലേ? നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ സൈൻ ഒക്കെ ഇട്ടിട്ട് എഴുതാം. ഓക്കെ, dx. So that is x square log x by 2 minus ഇവിടെ നമുക്ക് ഒരു എക്സിനെയും ഈ എക്സിനെയും കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഓക്കെ, സോ മൈനസ് 1 by 2 into integral of x dx. So that is x square log x by 2 minus 1 by 2 x square by 2 plus c. Okay, so നമുക്ക് x square log x by 2 minus x square by 4 plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 5, x log 2x dx. Okay, so ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്ന, ഐലേറ്റ് വെച്ചിട്ട് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് വരിക. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ ഓഫ് log 2x into x dx. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഫസ്റ്റ് എന്താണ് log 2x ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. എക്സിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് x സ്ക്വയർ ബൈ 2 ആണ് കിട്ടുന്നത്. സോ x സ്ക്വയർ ബൈ 2 ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, log x ന്റെ എന്താണ് 1 by x ആണ്. ഇവിടെ നമുക്ക് എന്താണ് 2x ആണുള്ളത്. ഓക്കെ, സോ നമുക്ക് log 2x ന് നമ്മൾക്ക് 1 by 2x എന്ന് കിട്ടും. സോ എന്താണ് നമുക്ക് 2x ആണുള്ളത്. സോ എന്താണ് നമുക്ക് ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും, x അല്ലല്ലോ. സോ നമുക്ക് എന്താണ് ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, അറിയാലോ അല്ലേ, log 2x. log x ന്റെ 1 by x
log 2x ആണെങ്കിൽ 1/2x ആണ്, ഇൻറ്റു ഒരു 2 കൂടെ വരും. ഓക്കെ, സോ ഇനി എന്താണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ് എക്സ്. സോ അതിന് നമുക്ക് x²/2 നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതാം, നമുക്കറിയാലോ. സോ ഇൻറ്റു x²/2 dx. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും, വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് x²/2 log 2x മൈനസ് എന്താ, ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ഒരു എക്സ് ഉണ്ട്, ഇവിടുത്തെ ഒരു എക്സ് പോകും. സോ ഞാൻ ഈ 1/2 ഈ 2നെ അങ്ങ് പുറത്തെടുത്തു. സോ ബാക്കി എന്തുണ്ട് അവിടെ, എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ ബാക്കി എന്തുണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് ഡി എക്സ് x²/2 പ്ലസ് സി. സോ ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം x²/2 log 2x മൈനസ് x²/4 പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.